ബിനിലെ ഇന്ന് തീരുമാനം ഒരുപക്ഷേ ഉണ്ടായേക്കുമെന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഒരു വൈകിയാണെങ്കിലും ചിലപ്പോൾ ഒരു തീരുമാനം ഉണ്ടായേക്കും. നാളത്തോടു കൂടി ചിത്രം പൂർണ്ണമായും തെളിയുമെന്നൊക്കെയാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞത്. കോൺഗ്രസിനുള്ളിൽ നേതാക്കൾ നേരത്തെ ഈ ഡൽഹി ചർച്ചയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പം തർക്കമുള്ള 3 നേതാക്കൾ, അതായത് KC, RC, അതേപോലെ തന്നെ KC വേണുഗോപാൽ, VD സതീശൻ അല്ലേ, VD. അപ്പം ഈ 3 നേതാക്കളും മുന്നിൽ മാധ്യമങ്ങളോട് വന്ന് നിന്ന് വെടിനിർത്തൽ പ്രഖ്യാപിച്ചിരുന്നു. ഇനി ഫ്ലെക്സ് വേണ്ട, ബാനർ വേണ്ട, അതേപോലെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി ആരും മുദ്രാവാക്യം വിളിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ അതൊന്നും 2 ദിവസം അടങ്ങിയിരുന്നുവെങ്കിലും 3ന്റെ അന്ന് വീണ്ടും അത് തുടങ്ങിയിട്ടുണ്ട്. ഇന്നും ഫ്ലെക്സും ബാനറും ഒക്കെ ഉയർന്നിട്ടുണ്ട്. ഷാഫി പറമ്പലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ നിറയെ തെറിവിളികൾ വന്നിട്ടുണ്ട്. അപ്പോൾ പ്രവർത്തകർ വീണ്ടും അശാന്തരാണ്. സംസ്ഥാന കോൺഗ്രസിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ബിനിൽ, ഈ മുഖ്യമന്ത്രി പ്രഖ്യാപനം വൈകുന്നതുമായി ബന്ധപ്പെട്ട്? ശ്രീലക്ഷ്മി, ഇന്നോ നാളെയോ ആ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളും കരുതുന്നത്. കാര്യങ്ങൾ ഇങ്ങനെ നീണ്ടുപോകുന്നതിൽ ചില നേതാക്കളിലൊക്കെ അതൃപ്തിയുണ്ട്. ഇന്ന് സണ്ണി ജോസഫ് KPCC പ്രസിഡന്റ് പറഞ്ഞത് ചെറിയ ഒരു മങ്ങൽ ഏറ്റിട്ടുണ്ട് പ്രതിച്ഛായയ്ക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വെളുത്ത പുക ഉടൻ ഉണ്ടാകുമെന്നും പറയുന്നു. എന്തായാലും ഇക്കാര്യത്തിൽ മുതിർന്ന നേതാക്കളൊക്കെ അഭിപ്രായം പറയുന്നുണ്ട്. നിലവിൽ 3 നേതാക്കളും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന, അവകാശവാദം ഉന്നയിക്കുന്ന KC വേണുഗോപാൽ, VD സതീശൻ, അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല, 3 നേതാക്കളും ഇപ്പോഴും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് ഉള്ളത്. അവർ ആദ്യം ഉന്നയിക്കുന്ന അവകാശവാദങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത്. എന്തായാലും ഘടകകക്ഷികൾക്ക് ഈ കാര്യങ്ങൾ നീണ്ടുപോകുന്നതിൽ, മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്നതിൽ നീണ്ടുപോകുന്നതിൽ വലിയ എതിർപ്പുണ്ട്. അതിപ്പോൾ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അത് പരസ്യമാക്കുകയും ചെയ്യുന്നുണ്ട്. അവർ പറയുന്നത് ഇത്രയും നീണ്ടുപോകുന്നത് ആശാസ്യമായ ഒന്നല്ല. ഈ മുഖ്യമന്ത്രി തീരുമാനിച്ചതിന് ശേഷം ഈ ഘടകകക്ഷികളുമായി കൂടിക്കാഴ്ച നടത്തേണ്ടതുണ്ട്, ചർച്ചകൾ നടത്തേണ്ടതുണ്ട്, മന്ത്രിമാർ തീരുമാനിക്കേണ്ടതുണ്ട്. അതൊന്നും ഇപ്പോൾ നടക്കുന്നില്ല. മുഖ്യമന്ത്രി തീരുമാനിക്കാതെ UDF ഇങ്ങനെ ഉഴലുകയാണ് എന്നാണ് ഘടകകക്ഷികൾ പറയുന്നത്. ലീഗ് നേരത്തെ തന്നെ പരസ്യമായി അത്തരം നിലപാട് എടുത്തതാണ്. എന്തായാലും കോൺഗ്രസ് നേതാക്കൾ, സംസ്ഥാന നേതാക്കൾ ഇപ്പോൾ ഡൽഹിയിലാണ്. ചർച്ചകൾ ഇന്ന് രാത്രി പൂർത്തിയാകും. സാധാരണഗതിയിൽ ഇത്തരം കൂടിക്കാഴ്ചകൾക്കും യോഗങ്ങൾക്കും ശേഷം രാത്രി വൈകിയും പ്രഖ്യാപനങ്ങളൊക്കെ വരാറുണ്ട്. അതൊരു പ്രസ് റിലീസായിട്ടാണ് ഒക്കെയാണ് വരാറ്. മുൻപത്തെ ചരിത്രമൊക്കെ അങ്ങനെയാണ്. അത് നേതാക്കൾ പ്രതീക്ഷിക്കുന്നുണ്ട്. K മുരളീധരൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയുന്നു. ഇന്ന് ഈ ചർച്ചകൾക്ക് ശേഷം നാളെയാണ് പ്രഖ്യാപനം ഉണ്ടാവുക. നാളെയുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഇന്നോ നാളെയോ ആ പ്രഖ്യാപനം കോൺഗ്രസ് നേതൃത്വം എടുക്കണം. ഇല്ലെങ്കിൽ കാര്യങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കാത്ത തലത്തിലേക്ക് പോകും. വലിയ വിമർശനം പരസ്യമായി തന്നെ ഉയരാൻ തന്നെ സാധ്യതയുണ്ട്. സേതു. ശരി ബിനിൽ, ശരി. ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യമാണ് ബിനിൽ പറഞ്ഞത്. അതേപോലെ ഘടകകക്ഷികൾക്കുള്ളിൽ വലിയ അതൃപ്തി നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് ശാന്തകുമാർ വെള്ളാലത്ത് കൂടി വിവരങ്ങളുമായി ചേർന്നുണ്ട്. ശാന്തകുമാർ, ഗുഡ് ഈവനിങ്. ഇപ്പോൾ ലീഗ് അടക്കമുള്ള ഘടകകക്ഷി, ലീഗിന് മാത്രമല്ല കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം അവർക്കുമുണ്ട് പ്രശ്നം, അവർക്കുമുണ്ട് ആശങ്കകളൊക്കെയും. ലീഗിൻ്റെ പ്രാദേശിക നേതാക്കളൊക്കെ കഴിഞ്ഞ ദിവസം തന്നെ അവർ പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു. മലപ്പുറത്തെ ജില്ലാ സെക്രട്ടറിയും കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും ഒക്കെ പറഞ്ഞിരുന്നു പുറത്തിറങ്ങാനും ആൾക്കാരോട് മിണ്ടാനും ഒരു ഫംഗ്ഷന് പോകാനും, എന്തിന് തിരഞ്ഞെടുപ്പ് വിജയം പോലും മനസ്സറിഞ്ഞ് ആഘോഷിക്കാൻ പറ്റാത്ത അത്രയും പ്രതിസന്ധി നേരിടുന്നുണ്ട് എന്ന്. ഇന്ന് ഏറ്റവും പരമോന്നത നേതൃത്വത്തിൽ നിന്ന് തന്നെ, പാണക്കാട് കുടുംബത്തിൽ നിന്ന് തന്നെ ആ ആശങ്കയുടെ ശബ്ദം നമ്മൾ കേട്ടു. നാളെ യോഗവും വിളിച്ചിരിക്കുന്നു. എന്താണ് വിവരങ്ങൾ, ശാന്തകുമാർ? സേതു, ഗുഡ് ഈവനിങ്. അത് തന്നെയാണ്, പാണക്കാട് കുടുംബാംഗങ്ങൾ തന്നെ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റാണ് മനോഹർ ശിഹാബ് തങ്ങൾ തന്നെ വലിയ ആശങ്കയോടുകൂടി തന്നെയാണ് നമ്മളോട് സംസാരിച്ചത്. കാരണം ഇത് ജനങ്ങളിൽ വലിയ അസംതൃപ്തി ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ അദ്ദേഹം സൂചിപ്പിക്കുന്നു. അദ്ദേഹത്തിന്റെ ഒരു സംസാര ശൈലി അനുസരിച്ച് വളരെ മിതമായാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുക എങ്കിലും അവരുടെ ഒരു അതൃപ്തി ഇല്ലെങ്കിൽ ആ രോഷമെല്ലാം അവരുടെ വാക്കുകളിലും അവരുടെ മുഖഭാവത്തിലുമെല്ലാം നമുക്ക് വായിച്ചെടുക്കാനും കഴിയും. എന്തായാലും കടുത്ത അതൃപ്തി തുടരുക തന്നെയാണ് മുസ്ലിം ലീഗിനകത്ത്. ഇന്നലെ തന്നെ മുസ്ലിം ലീഗിന്റെ ജില്ലാ സെക്രട്ടറി കൃത്യമായി ആ കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. 4 ആൾ കൂടുന്നിടത്ത് പോകാൻ പറ്റാത്ത സാഹചര്യം പ്രവർത്തകർക്കെല്ലാം ഉണ്ട്. അത് നേതാക്കൾക്കിടയിലും എല്ലാം ഉണ്ട്. നേതാക്കൾക്ക് വരുന്ന ഫോൺ കോളുകൾ, ഫോൺ സന്ദേശങ്ങൾ ഇവയെല്ലാം അത്രയധികം അമർഷം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നതാണ് എന്നെല്ലാം അദ്ദേഹം ഇതിൽ സൂചിപ്പിച്ചു. ഇന്ന് നമ്മൾ TV ഇബ്രാഹിം MLA, വള്ളിക്കുന്നിലെ നിയുക്ത MLA ആണ്. അദ്ദേഹവുമായി സംസാരിച്ചപ്പോഴും അദ്ദേഹം അതിരൂക്ഷ വിമർശനം തന്നെയാണ് ഇക്കാര്യത്തിൽ. ഈ മുഖ്യമന്ത്രി എന്നുള്ള ഒരു പേരിൽ ഇത് ഈ ഒരു ഗവൺമെന്റ് പുതിയ ഒരു സംസ്ഥാന സർക്കാരെ രൂപീകരിക്കാൻ വൈകുന്നതിൽ കടുത്ത അതൃപ്തി അദ്ദേഹം പറയുന്നുണ്ട്. കാരണം വലിയ ഒരു ഭൂരിപക്ഷമാണ് ജനങ്ങൾ നൽകിയത്. ആ ജനങ്ങളെ അസംതൃപ്തരാക്കുന്ന വിധത്തിലുള്ള ഒരു പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ UDF പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനെ ഈ കോൺഗ്രസ് ആ കാര്യത്തിൽ അത് കോൺഗ്രസിന്റെ മാത്രം ഒരു പ്രശ്നമായി കോൺഗ്രസ് കാണുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസിന്റെ മാത്രമല്ല, അത് UDFന്റെയും പൊതുസമൂഹത്തിന്റെയും ആകെ പ്രശ്നമായി മാറുന്നു എന്ന നിലപാടിലാണ് മുസ്ലിം ലീഗ് നേതാക്കളെല്ലാം ഉള്ളത്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം
കാര്യങ്ങളെല്ലാം സജീവമായി ചർച്ച ചെയ്യാൻ തന്നെയാണ് ഇപ്പോൾ മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നാളെ അടിയന്തര പ്രവർത്തക സമിതി യോഗം പാണക്കാട് വിളിച്ചു ചേർത്തിട്ടുണ്ട്. മുസ്ലിം ലീഗിന്റെ മുതിർന്ന നേതാക്കളായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വസതിയിൽ തന്നെയാണ് യോഗം ചേരുന്നത്. അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയുണ്ട്, ഇ ടി മുഹമ്മദ് ബഷീറും, PMA സലാമ്, അതുപോലെ തന്നെ മറ്റ് MP-മാർ എല്ലാവരും ഈ ചടങ്ങിൽ പങ്കെടുക്കുന്നുണ്ട്. അതായത് ഇനി സംസ്ഥാന സർക്കാർ രൂപീകരണം വൈകുന്നതിൽ ഒപ്പം തന്നെ കോൺഗ്രസിൽ ഇത്തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ വൈകലുണ്ടാവുന്നത് ഏത് രീതിയിലാണ് ഇനി മുന്നോട്ട് പോകേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട ചർച്ച ചെയ്യാൻ തന്നെയാണ് മുസ്ലിം ലീഗ് തീരുമാനിച്ചിരിക്കുന്നത്. ഘടകകക്ഷികൾക്കും അതൃപ്തിയുണ്ട്, അത് അവർ പരസ്യമായി പറയുകയും ചെയ്തു. ലീഗ് നാളെ യോഗവും വിളിച്ചിട്ടുണ്ട്. ഈ